മാവലസ് ലൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മിനിസ്ട്രി നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിളിച്ചറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചറിയിക്കേണ്ട നമ്പർ 9482507090. ദൈവം നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 41:51. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനുമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. 41:50 ക്ഷാമകാലം വരും മുമ്പേ യോസേഫിന് 2 പുത്രന്മാർ ജനിച്ചു. അവരെ ഓനിലെ പുരോഹിതനായ പോത്തിഫെറയുടെ മകൾ ആസ്നത്ത് പ്രസവിച്ചു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു, അല്ലെങ്കിൽ മനശ. അടുത്തത്, സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. എഫ്രയീം എന്ന് പേരിട്ടു. ഇപ്പം ഏതൊക്കെ 2 പേരുണ്ട്? ഏതൊക്കെയാ? മനശ്ശെ, എഫ്രയീം. 2 പേരിൻ്റെ അർത്ഥം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് അർത്ഥം? ഒന്ന്, എൻ്റെ പിതൃഭവനത്തെയും എൻ്റെ കഷ്ടതകളെയൊക്കെയും എൻ്റെ ദൈവം മറക്കുമാറാക്കി. അതിൻ്റെ പേര് മനശ്ശെ. രണ്ടാമത്തേത്, സങ്കടദേശത്ത് ദൈവം വർദ്ധിപ്പിച്ചു. ഇൻക്രീസ് ഇൻ ദി ലാൻഡ് ഓഫ് അഫ്ലിക്ഷൻ. സങ്കടദേശത്ത് വർദ്ധനവ്. അതാണ് ചെറുക്കൻ്റെ പേര്. ഇപ്പം 2 പേര് ഇവിടെ നമ്മൾ വായിച്ചു. ഒന്ന് മനശ്ശ എന്ന് പറഞ്ഞാൽ പിതൃഭവനത്തെ കഷ്ടാനുഭവങ്ങൾ എൻ്റെ ദൈവം എന്നെ മറക്കുമാറാക്കി. 2 എഫ്രയീം എന്ന് പറഞ്ഞാൽ സങ്കടദേശത്തുള്ള വർദ്ധനവ്. എൻ്റെ ദൈവം എന്നെ വർദ്ധിപ്പിച്ചത് എൻ്റെ സങ്കടദേശത്ത് വെച്ചിട്ടാണ്. പക്ഷേ ഇത് 2 പേരുമുണ്ട്. പക്ഷെ കുറച്ചുകൂടെ 48-ാം അധ്യായത്തിലേക്ക് വന്നു അല്ലേ? 48-ന്റെ 8-ാം വാക്യം എടുത്തോളൂ. ഇസ്രായേൽ യോസേഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. ഇസ്രായേൽ യോസേഫിന്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ഇവർ ആരെന്ന് ചോദിച്ചു. അപ്പോൾ യോസേഫിനെ അറിയാഞ്ഞിട്ടൊന്നുമല്ല ചോദിച്ചത്. യോസേഫിനെ അറിയാം. ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും എന്ന് ഇസഹാക്ക് പറഞ്ഞു. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. ഇപ്പം യാക്കോബ് പ്രായമൊക്കെ ആയി, കണ്ണൊക്കെ മങ്ങി. ഈ സമയത്താണ് യോസേഫിൻ്റെ മക്കളെ കാണുന്നത്. അപ്പം ഇതാരാണ്? ഇവരെ കണ്ടപ്പോൾ ഇതാരെന്ന് ചോദിക്കുന്നത് അറിയാഞ്ഞിട്ടല്ല, അതൊരു കസ്റ്റമാണ്. ഇവരാരാണ്? അല്ലാതെ യോസേഫിന് ഇവരെ അറിയാത്തതുകൊണ്ടല്ല, ആദ്യമായിട്ട് കാണുകയല്ല. പുത്രന്മാരെ കണ്ടപ്പോൾ ഇവരാരാണ്, ഈ മക്കൾ ആരാണ്? അപ്പോൾ ദൈവം ഇവിടെ എനിക്ക് തന്നിട്ടുള്ള പുത്രന്മാർ എന്ന് യോസേഫ് അപ്പനോട് പറഞ്ഞു. അപ്പോൾ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു സ്റ്റേജാണത്. അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാൻ അവരെ അനുഗ്രഹിക്കും. അപ്പം അനുഗ്രഹത്തിൻ്റെ ആ സ്റ്റേജ് ഒരുക്കിയിരിക്കുകയാണ്, ഫങ്ഷൻ നടക്കുകയാണ്. എന്നാൽ ഇസ്രയേലിൻ്റെ കണ്ണ്, അതായത് യാക്കോബിൻ്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണുവാൻ, 10-ാം വാക്യം, എന്നാൽ ഇസ്രായേലിന്റെ കണ്ണ് വയസ്സുകൊണ്ട് മങ്ങി കാണുവാൻ വഹിയാതിരുന്നു. അവരെ അടുക്കൽ കൊണ്ടു ചെന്നപ്പോൾ അവൻ അവരെ ചുംബിച്ച് ആലിംഗനം ചെയ്തു. 2 മക്കളെയും ചുംബിച്ച് ആലിംഗനം ചെയ്തു. ഇസ്രായേൽ യോസേഫിനോട്, നിന്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എന്നാൽ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു. ഇതൊക്കെ പഞ്ചുള്ള മെസ്സേജുകളിൽ ഒന്നാണ്. നീ തീർന്നെന്ന് പറയുന്നിടത്ത് നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിച്ചവനെ തകർത്തിക്കൊണ്ട് ദൈവം നിന്നെ ഉയർത്തുന്നൊരു സമയമുണ്ട്. അതാണിത്. നീ ഒന്നും ഒരിക്കലും ജീവനോട് ഇരിക്കുമെന്നും നിന്നെ ഒന്നും കാണുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം നിന്റെ മരണ റിപ്പോർട്ടും നിന്റെ ചോര പുരണ്ട വസ്ത്രമൊക്കെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ ഓർത്ത് ഞാൻ കരഞ്ഞു. ഇപ്പോൾ
ഏകദേശം 22 വർഷം കഴിഞ്ഞു. യോസേഫ് അപ്പൻ യാക്കോബ് കാണുന്നത് 22 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ ഈ 22 വർഷത്തിൻ്റെ കാലയളവിൽ മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മകൻ 20 വർഷം 22 വർഷം കഴിഞ്ഞിട്ട് ഇന്ന സ്ഥലത്ത് ജീവിച്ചിരിപ്പുണ്ടെന്ന് കേൾക്കുമ്പോൾ, എന്നിട്ട് ആ മകനെ നിങ്ങൾ 22 വർഷത്തിന് ശേഷം കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നൊരു സന്തോഷം. അപ്പം അപ്പൻ പറയുകയാണ്, നിന്നെ തന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇപ്പം ഇതാ നിൻ്റെ മക്കളെ ഞാൻ കണ്ടിരിക്കുന്നു. പ്രായത്തിലുള്ളൊരു അപ്പന് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷം വേണം? നിന്നെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇപ്പം ഇതാ നിൻ്റെ മക്കളെ കാണുവാനും ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞു. അത് ഇന്നത്തെ മെസ്സേജ് അല്ല, പോട്ടെ. യോസേഫ് അവരെ അവന്റെ മുഴങ്കാലുകൾക്കിടയിൽ നിന്നു മാറ്റി സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ യോസേഫ് എഫ്രൈമിനെ വലം കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ ഇടം കൈക്കു നേരെയും മനശ്ശയെ ഇടം കൈകൊണ്ട് പിടിച്ച് ഇസ്രായേലിന്റെ വലം കൈക്കു നേരെയും ഇങ്ങനെ 2 പേരെയും അവന്റെ അടുക്കൽ കൊണ്ടുചെന്നു. 2 പിള്ളേർ അവിടെ നിന്ന് വന്നേ. അപ്പോൾ മനശ്ശയും എഫ്രൈം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രായമായ യാക്കോബ് ഇവരെ ആദ്യത്തെവൻ ഇങ്ങോട്ട് ഇത് മനശ്ശ, ഇത് എഫ്രൈം. അപ്പം അപ്പം ഇങ്ങനെ നിൽക്കുക അനുഗ്രഹിക്കാൻ. ബൈബിളിൽ വലങ്കൈ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പിതാവാം ദൈവത്തിൻ്റെ വലതു ഭാഗത്തൊക്കെ വലങ്കൈ. ഇപ്പം ഇത് ഇങ്ങനെയല്ലേ? ഇത് മനശ്ശയും ഇത് എഫ്രൈം ആണെങ്കിൽ ഇങ്ങനെയാണ് അനുഗ്രഹം. പക്ഷേ യാക്കോബ് ഇങ്ങനെ അനുഗ്രഹിച്ചു. ഇത് വന്നിട്ട് എഫ്രൈമിൻ്റെ തലയിലായി. വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ അനുഗ്രഹിക്കേണ്ടതിന് പകരം ക്രോസ് ചെയ്തു. ഇനി അടുത്തത്. ഇസ്രായേൽ വലം കൈ നീട്ടി ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടം കൈ മൂത്തവനായ മനശ്ശയുടെ തലയിലുമായി അങ്ങനെ തന്റെ കൈകളെ പിണച്ചു വെച്ചു. പിന്നെ അവൻ യോസേഫിനെ അനുഗ്രഹിച്ചു. എന്റെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും ഭജിച്ചു പോന്ന ദൈവം, ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെയും എന്നെ പുലർത്തിയിരിക്കുന്ന ദൈവം, എന്നെ സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച ദൂതൻ ഈ കുട്ടികളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാരാ പറയുന്നേ? യാക്കോബ്. എന്തൊക്കെ തിക്താനുഭവങ്ങളിലൂടെ പോയി, എന്നിട്ട് ഒരു കംപ്ലൈന്റ് പുള്ളിക്ക് പറയാനില്ല. ചിലവർക്ക് ആകെ പറയാനുള്ള കംപ്ലൈന്റ് മാത്രമേ ഉള്ളൂ. ഇവരെ വിശ്വസിക്കരുത്. പക്ഷേ 22 വർഷം മുമ്പ് നഷ്ടപ്പെട്ട മകൻ, ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കടന്നുപോയ യാക്കോബ് ഒരു വാക്ക് പിറുപിറുക്കുന്നില്ല. അപ്പോഴും ദൈവം ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞില്ല. എന്റെ പേരും എന്റെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെ പേരും ഇവരിൽ നിലനിൽക്കുമാറാകട്ടെ. അവർ ഭൂമിയിൽ കൂട്ടമായി വർദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൻ വലം കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസേഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. ചെറുതന്റെ മേൽ ഇളയവന്റെ മേൽ വലം കൈ വെച്ചു എന്നറിഞ്ഞപ്പോ അപ്പനായിരിക്കുന്ന യോസേഫിന് അത് അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനശ്ശയുടെ തലയിൽ മാറ്റിവെപ്പാൻ പിടിച്ചു. മകൻ കേറി, മക്കളുടെ അപ്പൻ കേറി അപ്പന്റെ കൈ അല്ലെങ്കിൽ വലിയപ്പൻ്റെ കൈ തെറ്റായിട്ട് വെച്ചതാണ്. വയസ്സൻ കണ്ണ് കാണാതെ തെറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് ഈ കൈനെ എടുത്തിട്ട് തിരിച്ച് വലുതിന്റെ കയ്യിലേക്ക് വെക്കാൻ വീണ്ടും ശ്രമിച്ചു. യോസേഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പാ, കണ്ണ് കാണാതെ വേടാവടം ചെയ്യല്ലേ, അങ്ങനെയല്ല, ഇങ്ങനെ. ഇവനല്ലോ ആദിജാതൻ. ഇവന്റെ തലയിൽ വലം കൈ വെക്കണമെന്ന് പറഞ്ഞു. വലം കൈക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഇവന്റെ കൈ വെക്ക്, ഇവന്റെ തലയിൽ വെക്ക്. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്ക് അറിയാം മകനെ, എനിക്കറിയാം മോനെ, ഇത് മിസ്റ്റേക്ക് അല്ല, ഇതെനിക്കറിയാം, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് യാക്കോബ്. ഇവനും ഒരു വലിയ ജനമായി തീരും, ഇവനും വർദ്ധിക്കും. അപ്പൊ ഇത് ഒരബദ്ധമല്ല, ഇത് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്തെന്നാണെന്നുള്ള വിഷയം. അപ്പൊ എവിടെയാ കൈവച്ചിരിക്കുന്നത്? ഒന്ന്, അപ്പൻ്റെ അല്ലെങ്കിൽ പിതൃഭവനത്തെ കഷ്ടങ്ങൾ മറക്കുവാൻ യഹോവ സഹായിച്ചു മനശ്ശെ. അതിനാണ് പിണച്ചു വെച്ചിരിക്കുന്ന കൈ. അതിനെ രണ്ടാമതിലേക്കാക്കി
എന്നിട്ട് സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നവൻ്റെ അടുത്ത് വലത് വെച്ചു. ഇവിടെ അതുപോലെ തിക്താനുഭവമായിരുന്നു യോസേഫിന്. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. അത് അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു. സഹോദരന്മാരിത് കേട്ട ഉടനെ തന്നെ പൊട്ടക്കിണറിലിട്ടു. അങ്ങനെ തീർത്തു. അങ്ങനെ ഈജിപ്ഷ്യൻ പോത്തിഫറിന് അദ്ദേഹത്തെ വിറ്റു. എന്നിട്ട് അപ്പനോട് പോയി കള്ളം പറഞ്ഞു, ചെറുക്കനെ മൃഗങ്ങൾ തിന്നു എന്ന് പറഞ്ഞിട്ട് ആ രക്തക്കറ പുരണ്ട തുണിയും കാണിച്ചു. അങ്ങനെ അപ്പനത് വിശ്വസിക്കേണ്ടി വന്നു. അപ്പം ഈ പൊട്ടക്കിണറും അതിനുശേഷമുള്ള കാരാഗൃഹവും അതിനുശേഷം ആ 13 വർഷം സഹിച്ചു യോസേഫ്. സ്വപ്നം കണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് 13 വർഷം സഹിച്ചു. താൻ വീട്ടിലെ പാമ്പേഡ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഓമനിച്ച് വളർത്തിയ ഒരു കൊച്ചായിരുന്നു യോസേഫ്. വാർദ്ധക്യത്തിലുള്ള മക്കളിൽ ഒരാളായിരുന്നു. അപ്പോൾ വീട്ടിൽ അങ്ങനെ കഴിഞ്ഞ ഒരു കൊച്ച് 17 വയസ്സ്. ആ 17 വയസ്സിൽ അങ്ങനെ വീട്ടുകാരുമായിട്ട് ഒരു കൂടാരവാസിയെ പോലെ എപ്പോഴും വീട്ടിൽ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന കുഞ്ഞ് ഒരു ദിവസം അവനെ പിടിച്ച് പൊട്ടക്കിണറിലിടുകയും അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവനെ കാരാഗൃഹത്തിലിടുകയും. ഇതാണ് തൻ്റെ പിതൃഭവനത്തിൻ്റെ അനുഭവങ്ങൾ, കഷ്ടാനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പം യാക്കോബ് ഇപ്പോൾ പറഞ്ഞു, നിൻ്റെ പിതൃഭവനത്തിലെ കഷ്ടാനുഭവങ്ങളും ആ പിതൃഭവനത്തിലെ ഓർമ്മയും ദൈവം മറക്കുമാറാക്കി. ഹല്ലേലൂയ, മറക്കുമാറാക്കി. അതുകൊണ്ടാണ് നീ മോന് മനശ്ശെ എന്ന് പേരിട്ടത്. പക്ഷേ ഈ മനശ്ശെ നീ പേരിടാനുള്ള കാരണം സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചത് കൊണ്ടല്ലേ? സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചത് കൊണ്ടല്ലേ നിനക്ക് ഈ ഓർമ്മ മറക്കാനിടയായത്? അതുകൊണ്ട് ഇവൻ ആദ്യം ഇരിക്കട്ടെ. ഹല്ലേലൂയ. സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് പിതൃഭവനത്തിൻ്റെ കഷ്ടാനുഭവങ്ങൾ നിനക്ക് മറക്കാനിടയായത്. അതുകൊണ്ട് മനുഷ്യ വരാനുള്ള കാരണം എഫ്രൈം വന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. വളരെ ക്ലിയറായിട്ട് ഞാൻ പറയാം. എഫ്രൈം എന്ന് പറഞ്ഞാൽ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു. ഇപ്പം ആ എഫ്രൈം ഒന്നാമനാകട്ടെ. കാരണം സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിച്ചത് കൊണ്ട് ഇപ്പോൾ പഴയ അനുഭവം നിനക്ക് മറക്കാനിടയായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൈ ക്രോസ് ചെയ്തത്. ഇനി അങ്ങോട്ട് പോകാം. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, അതവിടെ ഇരിക്കട്ടെ ആ മെസ്സേജ്. പക്ഷേ ഇന്ന് മനശ്ശ എന്നുള്ള വിഷയമാണ്. പിതൃഭവനത്തിലെ കഷ്ടാനുഭവങ്ങൾ മറക്കുമാറാക്കി. എത്ര വർഷത്തിന് ശേഷമെന്നോ? ഇപ്പം 22 വർഷത്തിന് ശേഷമാണ് അപ്പൻ മോനെയും മോൻ്റെ മക്കളെയും കാണുന്നത്. പക്ഷേ 17-ാമത്തെ വയസ്സിൽ സങ്കടം അല്ലെങ്കിൽ കഷ്ടതയിൽ അനുഭവിക്കുന്ന യോസേഫ് 30-ാമത്തെ വയസ്സിൽ സിംഹാസനത്തിൽ കയറി. ആമേൻ. എന്നും നീ അദ്ലാം ഗുഹയിലല്ല. ഏതൊരു ദാവീദിനും ഏതൊരു മോശയ്ക്കും ഇവർക്കൊക്കെ അനുഭവങ്ങളുണ്ട്. ഞാൻ പറയാം, യോബ്, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം സങ്കടത്തിൻ്റെ, നഷ്ടത്തിൻ്റെ, കരച്ചിലിൻ്റെ അധ്യായമാണ്. എല്ലാം നഷ്ടപ്പെട്ടു. യോബിനെല്ലാം നഷ്ടപ്പെട്ടു. മക്കൾ നഷ്ടപ്പെട്ടു, സകലതും നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, എല്ലാ മൃഗസമ്പത്തും എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു യോബിന്. പക്ഷേ ഒരു 42-ാം അധ്യായം എത്തിയപ്പോൾ 42:12 വായിച്ച്. യോബിന്റെ പുസ്തകം 42:12. ഇങ്ങനെ യഹോവ യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഓക്കെ, പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അധികമായി അനുഗ്രഹിച്ചു. അതൊന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. പിൻകാലത്തെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ആ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ആ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ ആരംഭമല്ല നിന്റെ അവസാനം. അതിനാണ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. ഇന്ന് അത് കൃപയാൽ കാണാൻ കൃപ ലഭിച്ചവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അകം കണ്ണുകൊണ്ട് കാണാത്തതിനെ കാണുന്നവൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ,
ആ യോബ് 8:7, യോബിന്റെ പുസ്തകം 8:7. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നും, ആ, നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തമായിരിക്കും. അനുഭവിക്കുന്നവൻ ഇത് 42-ാം അധ്യായത്തിലാണ് തന്നെ അനുഗ്രഹിക്കുന്നത്. പക്ഷേ 8-ാം അധ്യായം എത്തിയപ്പോഴേ സങ്കടത്തിൽ ദൈവത്തെ ശരിക്കും മനസ്സിലായി. ഇപ്പം അദ്ദേഹം പറയുന്നത് നിന്റെ പൂർവ്വസ്ഥിതി അല്പമായി തോന്നും, പക്ഷെ നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്വമായിരിക്കും. അത് യോബിന് ഇപ്പോഴേ പറയാനിടയായി. 8-ാം അധ്യായത്തിലെത്തിയപ്പോഴേക്ക് സംഗതി അദ്ദേഹത്തിന് മനസ്സിലായി. നഷ്ടപ്പെടാനൊരു സമയമുണ്ടെങ്കിൽ ഇത് തിരിച്ചു വരാനൊരു സമയമുണ്ട്. തിരിച്ചു വരാനൊരു സമയമുണ്ട്. ശത്രുവിനെല്ലാം എടുത്തുകൊണ്ട് പോകാനൊരു സമയമുണ്ടെങ്കിൽ വിതയുടെ സമയവും കൊയ്ത്തിന്റെ സമയവും ഉണ്ട്. യെസ് യെസ്. അതുകൊണ്ടാണ് യോവേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം 1-ാം അധ്യായത്തിലുണ്ട്, തുള്ളൽ തിന്ന് ശേഷിപ്പിച്ചത് വെട്ടിൽ കൊണ്ടുപോയി. അന്നെടുത്തോളൂ. വെട്ടിൽ തിന്ന് ശേഷിപ്പിച്ചത് പച്ചപ്പുഴു ബാക്കി തിന്നു. പച്ചപ്പുഴു തിന്ന് ശേഷിപ്പിച്ചത്. അപ്പോൾ വെട്ടിലുണ്ട്, പച്ചപ്പുഴുണ്ട്, തുള്ളനുണ്ട്. ഇത് ഓരോന്ന് തിന്ന് ശേഷിപ്പിച്ചത്, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുകിളി, വെട്ടുകിളി ശേഷിപ്പിച്ചത് വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഇതാണ് സ്ഥിതി. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കുറച്ച് ബാലൻസ് ഉള്ളത് മറ്റൊന്നും കൂടെ അങ്ങ് വന്ന് ഇപ്പം എന്തായി? ഇപ്പം ഒരു 0 ആയി. വിട്ടിൽ തിന്നത് ബാക്കിയുള്ളത് വെട്ടിലും, വെട്ടിൽ തിന്നത് ബാക്കി പച്ചപ്പുഴുവും, പച്ചപ്പുഴു തിന്ന് ശേഷിച്ച തുള്ളൽ. ഇങ്ങനെ ഇനി 2-ാം അധ്യായത്തിൽ ഇതിൻ്റെ ബാക്കിയുണ്ട്. 2-ാം അധ്യായത്തിയപ്പോൾ തുള്ളൻ ശേഷിപ്പിച്ചതും വെട്ടുകിളി നിന്ന് ശേഷിപ്പിച്ചതും ഇതെല്ലാം കഴിഞ്ഞിട്ട് തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഇതിനെല്ലാം നിനക്ക് മടക്കി തരുമെന്ന്. ആ വാക്യെടുത്തേ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. പകരം നൽകും. ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. എന്നും ഇങ്ങനെ നഷ്ടമായിട്ടിരിക്കത്തില്ല. ഈ തിന്ന് ശേഷിപ്പിച്ചതിന് ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അടുത്തത്, നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ആരംഭം എങ്ങനെയായിക്കോ, ഈ വാഗ്ദത്തം നീ മുറുകെ പിടിച്ചോ. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയില്ല. ഞാൻ ഇപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ കാര്യവും മോശയുടെ കാര്യവും ഇങ്ങനെ ഓരോരുത്തരുടെ യോബിൻ്റെ കാര്യവും ഒന്നും പറയുമ്പോൾ അതൊക്കെ ബൈബിളിൽ പല ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ കാര്യമെന്ന് ചോദിച്ചാൽ യോബിനെയും വിട്ടോ, യാക്കോബിനെയും വിട്ടോ, യോസെഫിനെയും വിട്ടോ, മേനോൻ്റെ കാര്യം ജീവിച്ചിരിക്കുന്ന ഒരു സത്യമാണ്. ഞാൻ ഇതുപോലെ എല്ലാവരും പൊട്ടക്കിണറിലിട്ട ഒരു യോസെഫായിരുന്നു ഞാൻ. ഇതുപോലെ തന്നെ എൻ്റെ ഭാര്യയും അതുപോലെ ഒരു പൊട്ടക്കിണറിലിട്ടതാണ്. പക്ഷെ ഞങ്ങളെ ഉയർത്താൻ ദൈവം ശക്തനാണെങ്കിൽ, യോബിൻ്റെ ദൈവം ഇന്ന് മരിച്ചിട്ടില്ല, യാക്കോബിൻ്റെ ദൈവം ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, ഇന്ന് ഇസ്രായേലിൻ്റെ ദൈവം മരിച്ചിട്ടില്ല, ദൈവം ജീവിച്ചിരിക്കുകയാണ്. യെസ്, സർവശക്തനായ ഇന്ന് അഭിഷിക്തന്മാരെല്ലാം ആരാധിച്ച് അവരെല്ലാം ഉയർത്തിയ അതേ സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. യെസ്, ഇതിനാണ് ലോങ് സഫറിങ് എന്ന് പറയുന്നത്. അതിന് കുഴിയിൽ വീഴാനൊരു സമയം, പോത്തിപ്പറിന്റെ വീട്ടിൽ ചെല്ലാനൊരു സമയം, കാരാഗത്തിൽ വീഴാനൊരു സമയം, സിംഹാസനത്തിൽ ഇരിക്കാനൊരു സമയം. ഓരോ സ്റ്റേജുകളിലൂടെ ഒരു ദിവസം ഓരോ സ്റ്റേജുകളിലൂടെ നിന്റെ സ്വപ്നത്തിലേക്ക് നീ നീങ്ങുകയാണ്. യെസ്, നിന്റെ പിതൃഭവനത്തിലെ സങ്കടങ്ങൾ എൻ്റെ ദൈവം മറക്കുവാൻ നിന്നെ സഹായിക്കും. പക്ഷേ അതിനൊരു ഒരു 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 സീരീസ് ഒരു ലെവലുണ്ട്. ആ ലെവൽ വഴി നിനക്ക് പോകാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ഓവർനൈറ്റ് കൊണ്ട് ഒരാളും സക്സസ് ആയിട്ടില്ല. നീ ഒരുത്തനെ അടിമയല്ല, നീ ഒരു രാജാവാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ അകത്തുള്ള നിന്റെ മെന്റാലിറ്റി മാറിയേ പറ്റത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ കമോൺ. യേശുവിന്റെ നാമത്തിൽ നീ അറിഞ്ഞ സത്യത്തിലേക്ക് ആഴത്തിലേക്ക് നീങ്ങുക. ആഴത്തിലേക്ക്. യെസ്,
ഇതിൻ്റെ കാര്യം ആരംഭത്തിൽ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഇമോഷണൽ സുവിശേഷമായിരിക്കാം കേട്ടത്, ഇല്ലെങ്കിൽ വല്ലവരുടെയും ഭൂതത്തെ ശാസിക്കുന്നത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ അങ്ങനെ വിശ്വസിച്ചവരായിരിക്കാം. പക്ഷേ അതുകൊണ്ടാണ് ഒരു ദിവസം ഞാനിവിടെ പ്രസംഗിച്ചു, പത്രോസ് അവൻ വല വീശി രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരുന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ആമേൻ നിന്റെ നന്മയിരിക്കുന്നത് ആഴത്തിലാണ്. ആമേൻ, ആഴത്തിലാണ്. നീ എവിടെ വല വീശിയോ അവിടെ തന്നെ തിരിച്ചു വല വീശുമ്പോൾ ഇനി ആഴത്തിലേക്ക് വീശുക, ആഴത്തിലേക്ക് വീശുക, വല ആഴത്തിലേക്ക് വീശുക, ആഴത്തിലേക്ക് വീശുക. യെസ്, രാത്രി മുഴുവനും നീ വീശിയ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും വീശാൻ കർത്താവ് പറഞ്ഞത്. നീ സ്ഥലം മാറ്റി വീശണ്ട, ഇവിടെ തന്നെ വീശ്. ആമീൻ. ഇതുവരെ പെടാത്തത് ഇനി പെടണമെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് വീശ്, ആഴത്തിലേക്ക് വീശ്. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തിന്റെ ലെവലിൽ അതിന്റെ ഡെപ്തിലേക്ക് 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 യേശുവിന്റെ നാമത്തിൽ. യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിന് ഏവനുമല്ല. ആരാണ് ഉറപ്പുള്ളവൻ ഞാൻ പറയാം? ആഴെ കുഴിച്ച് പാറമേലെ അടിസ്ഥാനം ഇടുന്നവനാണ്. ആമേൻ. അപ്പോൾ ഉപരിതലത്തിൽ വീശുന്നവരുണ്ട്, ആഴത്തിൽ പില്ലർ ഉറപ്പിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. ഈ കുഴിച്ച് ഈ പില്ലറിനെ ഫിറ്റ് ചെയ്യാൻ ചില ടൈം എടുത്തെന്ന് വരാം. അതിനർത്ഥം നിങ്ങൾ പോയെന്നല്ല, കുറച്ചു കാലം നിങ്ങളെ കാണുന്നില്ലെന്ന് അറിഞ്ഞാൽ. 3 മാസം പ്രായമുള്ള സമയത്ത് മോശയെ കാണാനില്ല. ദൈവാത്മാവ് ദൂത് പറയുന്നത് അറിഞ്ഞപ്പോൾ ഫറവോനുണ്ടാകുന്നൊരു സന്തോഷം, അവനെ കാണാനില്ല. മോശയായിരുന്നല്ലോ ഫറവോന്റെ വിഷയം. മോശയെ കാണാനില്ല. അപ്പം മോശെ നൈൽ നദിയിൽ ഒഴുക്കി വെച്ച കാര്യം, ഒഴുക്കി വിട്ട കാര്യം ഫറവോൻ അറിയുന്നില്ല. ഫറവോന് സന്തോഷമായി, തന്നെ ചോദ്യം ചെയ്യാൻ വരുന്നവനെ കാണാനില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് നീ പൊങ്ങും. കാരണം നിന്റെ മേലൊരു അഭിഷേകമുള്ളത് ചിലതിൻ്റെ തകർച്ചയ്ക്കാണ്. അപ്പൊ ഫറവോനെ തകർക്കുവാനാണ് മോശയെ ജന്മം നൽകിയെങ്കിൽ മോശ വരുന്നത് എൻ്റെ തകർച്ചയ്ക്കാണെന്ന് അറിഞ്ഞ് മോശ കൊല്ലുവാൻ തീരുമാനിച്ചപ്പോൾ കൊല്ലാൻ തീരുമാനിച്ചവനെ കാണാനില്ല. അപ്പൊ ആശ്വസിച്ചിരിക്കുക, ഇനി കൊല്ലണ്ട, ആളെ കാണാനില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം അറിഞ്ഞോ, അഭിഷിക്തനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ എവിടെയോ അഭിഷേകമുള്ളവനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. അഭിഷേകമുള്ളവനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അഭിഷേകമുള്ളവനെ അഭിഷേകമുള്ളവനെ ഒളിപ്പിക്കാൻ കഴിയത്തില്ല. യെസ്, അഭിഷേകമുള്ളവനെ പൂട്ടിയിട്ടാൽ അവന്റെ അഭിഷേകം നഷ്ടപ്പെടത്തില്ല, ആത്മശക്തി നഷ്ടപ്പെടത്തില്ല, കൃപകൾ നഷ്ടപ്പെടത്തില്ല, കൃപാവരങ്ങൾ നഷ്ടപ്പെടത്തില്ല. ആമേൻ. അത് പുറത്തു വരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് നമ്മൾ ശുശ്രൂഷ ഇല്ലാതിരിക്കുകയല്ല, എല്ലാ ദിവസവും മീറ്റിംഗ് ആണ്. എൻ്റെ കുടുംബത്തെ കാണുന്നത് വളരെ തിരക്ക് പിടിച്ച സമയത്തിൻ്റെ ഇടയിലാണ് ഞാൻ കുടുംബത്തിൻ്റെ ഇടയിൽ കാണുന്നത്. ആ രീതിയിലായി. അപ്പൊ അതിൻ്റെ അർത്ഥം കുറച്ചു കാലം നിന്നെ ഒളിപ്പിച്ചു വെച്ചാൽ അതുകൊണ്ട് നീ തീർന്നെന്നില്ല. ഒരു ഭാഗത്ത് നീ ദൈവം അതുകൊണ്ട് നിന്റെ പിതൃഭവനത്തിലെ കഷ്ടാനുഭവങ്ങൾ ഇനി നീ ഓർക്കത്തില്ല. അതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ ആമേൻ, ആമേൻ, അത് മറക്കും. നീ അത് മറക്കും, അത് മറക്കും, അത് മറക്കും. പിതൃഭവനത്തിലെ അനുഭവങ്ങൾ നീ മറക്കും, പിതൃഭവനത്തിലെ സങ്കടങ്ങൾ നീ മറക്കും. ആമേൻ. ആരംഭത്തിൽ നീ അനുഭവിച്ച വ്യതകൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ ഇതെല്ലാം മറക്കുവാൻ ദൈവം നിന്നെ ഉയർത്തുന്ന ഒരു സമയം. അതിന്റെ പേരാ മനശ, 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 മനശ. എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനം ഒക്കെയും എന്റെ ചേട്ടന്മാരെന്നെ കുഴിയിലിട്ടതും ആമേ വിറ്റതും ആമേ ബോധ്യപ്പെട്ടെടുക്കാൻ ഞാൻ പോയതും എല്ലാം 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 മറക്കുവാൻ യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്നെ സഹായിച്ചു. യഹോവ എന്നെ സഹായിച്ചു. എന്റെ ദൈവം എന്നെ സഹായിച്ചു. അതിന്റെ പേരാ മനശ, 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 മനശ. വിട്ടിലും വെട്ടുകിളിയും തുള്ളനും പച്ചപ്പുഴവും തിന്ന് ശേഷിപ്പിച്ച സംവത്സരങ്ങളുണ്ടല്ലോ, അത് നീ ഓർക്കണ്ട.
അത് നിന്റെ പിതൃഭവനത്തിൻ്റെ കഷ്ടാനുഭവങ്ങളാണ്. നീ ഒന്നിനു വേണ്ടി സൂക്ഷിച്ചു വെക്കും, വേറൊന്ന് എടുത്തുകൊണ്ട് പോകും. ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെയാണ് നിന്റെ ജീവിതം. ഒന്ന് കഴിയുമ്പോഴേക്കും വേറൊരു ആവലാതി കയറി വരികയാണ്. എന്നാണ് ഈ കഷ്ടത തീരുക എന്ന് ചിന്തിച്ച് തീരത്തിൽ നിന്നറിയുമ്പോഴാണ് നീ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ദൈവം നിന്റെ സങ്കടാവസ്ഥ അങ്ങ് മാറ്റുകയാണ്. നീ ഉള്ളിയും വെള്ളുള്ളിയും തിന്നുന്നൊരു സമയം ഈജിപ്തിൽ. അപ്പോഴാണ് ദൈവം നിന്റെ മുന്നിൽ വന്നിട്ട് പാലിനെ കുറിച്ചും തേനിനെ കുറിച്ചും സംസാരിക്കാൻ പോകുന്നത്. നിന്റെ സങ്കടദേശത്ത് ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുകയാണ്. നിന്റെ ലാൻഡ് ഓഫ് അഫ്ലിക്ഷൻ, നിന്റെ സങ്കടദേശത്ത് ദൈവം നിന്നെ അങ്ങ് വർദ്ധിപ്പിക്കും. നിനക്ക് ദൈവത്തെ ശരിക്കും അറിയാമെങ്കിൽ സീസൺ മാറുമെന്ന് നീ തീരുമാനിക്കും. എന്നും ഒരേ സീസണിലല്ല, എന്ന് നീ 2ാം ക്ലാസ്സിലല്ല. എല്ലാ ഫീൽഡുകളിലും പ്രൊമോഷൻ ഉണ്ട് യേശുവിന്റെ നാമത്തിൽ. യെസ്. സഭാപ്രസംഗി 3:1 സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വളരെ ശ്രദ്ധിക്കുക, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹലോ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ചേഞ്ച് ആകണമെന്ന് നീ തീരുമാനിച്ചാൽ, ഞാനാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഗിയറിലാണോ സെക്കൻഡ് ഗിയറിലാണോ എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. സ്പീഡ് കൂട്ടണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ, അപ്പോൾ വാഹനം എൻ്റെ കയ്യിലാണെങ്കിൽ പിന്നെ കോമ്പറ്റീറ്റ് ചെയ്യുന്നത് അവനെ വിട്ടുകൊടുക്കണോ വേണ്ടയോ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇപ്പം ജീവിതത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഗിയർ നിൻ്റെ കയ്യിലാണ്. നീ സ്ലോ സ്പീഡ് പോകല്ലേ, നീ ഹൈ സ്പീഡിൽ തന്നെ പോകണം. ആത്മീയ നിലവാരത്തിൽ ഒരു എക്സ്ട്രാ മൈൽ ആറ്റിറ്റ്യൂഡിലേ നിനക്ക് പോകാൻ കഴിയത്തുള്ളൂ. അമ്മേ, തൃപ്തിപ്പെട്ട് ഈ കാര്യത്തിൽ ഇരിക്കരുത്. വെച്ച് പിടിക്കണം അടുത്ത ലെവലിലേക്ക്. യേശുവിന്റെ നാമത്തിൽ അടുത്ത ലെവലിലേക്ക് നീ വെച്ച് പിടിക്കണം.